BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ലബനാൻ ഇസ്രയേൽ അതിർത്തിയിൽ സൈനിക നീക്കങ്ങൾ മരവിപ്പിക്കണമെന്ന് ബഹ്റൈൻ ആവശ്യപ്പെട്ടു. ലബനാൻ ഭരണാധികാരികളുമായി രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫയുടെ നിർദ്ദേശമനുസരിച്ച് ബന്ധപ്പെടുകയും സൈനിക നീക്കങ്ങൾ ഒഴിവാക്കുന്നതിന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ലബനാനും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനും സമാധാന മാർഗേണ മുന്നോട്ടു പോകണമെന്നുമാണ് ബഹ്റൈന്റെ ആവശ്യം. മേഖലയിൽ യുദ്ധസമാന സാഹചര്യം ശക്തമാകാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയ പ്രസ്താവന ആവശ്യപ്പെട്ടു. UN രക്ഷാസമിതിയുടെ അടിയന്തര ഇടപെടലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര കസ്റ്റംസ് ഓർഗനൈസേഷൻ യോഗത്തിൽ ബഹ്റൈൻ പങ്കാളിയായി. ബഹ്റൈൻ കസ്റ്റംസ് വിഭാഗം തലവൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ അഹമ്മദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബെൽജിയം തലസ്ഥാനത്തുള്ള അന്താരാഷ്ട്ര കസ്റ്റംസ് ഓർഗനൈസേഷൻ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച യോഗത്തിൽ സംബന്ധിച്ചത്. അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനും ഇറക്കുമതി നടപടികൾ സുതാര്യവും വേഗത്തിലാക്കുന്നതിനും അനുഭവ സമ്പത്ത് കൈമാറുന്നതിനും സമ്മേളനത്തിലെ പങ്കാളിത്തം ഏറെ ഗുണകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കസ്റ്റംസ് മേഖലയിലെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും വിവിധ നിയമവശങ്ങളെക്കുറിച്ച് വെളിച്ചം വീശുന്നതിനും കസ്റ്റംസ് വിഭാഗവും ഹരിത വ്യാവസായിക സംസ്കാരവും തമ്മിലുള്ള ബന്ധം ശക്തമാക്കും. അന്താരാഷ്ട്ര കസ്റ്റംസ് ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വേനൽ ചൂട് പ്രമാണിച്ചുള്ള തൊഴിൽ നിയന്ത്രണം ജൂലൈ 1 പ്രാബല്യത്തിൽ വന്നു. സൂര്യാതാപം നേരിട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും തൊഴിൽ നിയന്ത്രണം ബാധകമാണ്. സൂര്യാതാപം നേരിട്ടേൽക്കുന്ന ജോലി ചെയ്യുന്നവർ 2 മാസക്കാലം ഉച്ചയ്ക്ക് 12 മുതൽ 4 മണി വരെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കണം. ജൂലൈ 1 മുതൽ ആഗസ്റ്റ് 31 വരെയാണ് നിയന്ത്രണം. ചൂട് വർദ്ധിക്കുന്ന ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ പുറത്ത് സൈറ്റുകളിൽ ഉച്ചയ്ക്ക് 12 മുതൽ 4 മണി വരെ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പാടില്ലെന്നാണ് മന്ത്രാലയത്തിന്റെ ഉത്തരവ്. കൂടുതൽ ഇൻസ്പെക്ടർമാരെ പരിശോധനയ്ക്കായി മന്ത്രാലയം നിയമിക്കും. പരിശോധനയിൽ നിയമലംഘനം കണ്ടുപിടിക്കപ്പെട്ടാൽ 3 മാസത്തിൽ കൂടാത്ത തടവ് ശിക്ഷയോ 500 ദിനാർ മുതൽ 1000 ദിനാർ വരെ പിഴയോ ചുമത്തും. 2 ശിക്ഷയും ഒരുമിച്ച് ലഭിക്കാവുന്നതാണ്. തൊഴിലുടമകളും സ്ഥാപനങ്ങളും നിയമം കർശനമായി നടപ്പാക്കാൻ മുന്നോട്ട് വരണമെന്നും തൊഴിൽ മന്ത്രി ജമീൽ ബിൻ മുഹമ്മദ് അലി ഹുമൈദൻ പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിൽ നിയമം നടപ്പിലാക്കുന്നതിൽ ജാഗ്രത പുലർത്തിയ മുഴുവൻ സ്ഥാപനങ്ങൾക്കും അദ്ദേഹം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ടീൻ ഇന്ത്യയും മലർവാടി ബഹ്റൈനും ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷനുമായി സഹകരിച്ച സമ്മർ ഡിലൈറ്റ് സീസൺ 2 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന അവധിക്കാല ക്യാമ്പിന് കേരളത്തിലെ പ്രമുഖ മോട്ടിവേഷണൽ ട്രെയിനറും ഫാമിലി കൗൺസിലറുമായ ജമാൽ കങ്ങരപ്പടി നേതൃത്വം നൽകും. ജൂലൈ 7 മുതൽ ഓഗസ്റ്റ് 14 വരെയുള്ള സിഞ്ചിലെ ഫ്രണ്ട്സ് സെന്ററിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം നടത്തിയ സമ്മർ ഡിലൈറ്റ് കുട്ടികളിലും രക്ഷിതാക്കളിലും ഏറെ സ്വീകാര്യത നേടിയിരുന്നു. കുട്ടികളുടെ വയസ്സിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പായി തിരിച്ചായിരിക്കും പരിശീലനം. 6 മുതൽ 12 വരെ വയസ്സുള്ള കുട്ടികൾക്കാണ് പ്രവേശനം അനുവദിക്കുക. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. ജമാൽ കങ്ങരപ്പടിയെ കൂടാതെ മറ്റ് മോട്ടിവേഷണൽ ട്രെയിനർമാർ, ലൈഫ് കോച്ചുമാർ, ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകൾ തുടങ്ങിയവരും വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യും. രജിസ്ട്രേഷൻ ഉദ്ഘാടനം ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ ആക്ടിംഗ് പ്രസിഡന്റ് സമീർ ഹസൻ, മലർവാടി കൂട്ടുകാരായ തഹിയ ഫാറൂഖ്, അയാൻ ഫാറൂഖ് എന്നിവരിൽ നിന്നും സ്വീകരിച്ച് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജമാൽ ഇരിങ്ങൽ, ആക്ടിംഗ് ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ, ക്യാമ്പ് ഡയറക്ടർ അബ്ദുൽ ഹഖ്, കൺവീനർ MM ഷാനവാസ്, മലർവാടി കൺവീനർ ലൂന ഷഫീഖ്, ടീൻ ഇന്ത്യ കൺവീനർ അനീസ് VK, ഫ്രണ്ട് വനിതാ വിഭാഗം പ്രസിഡന്റ് സമീറ നൌഷാദ്, കേന്ദ്ര നേതാക്കളായ ഖാലിദ് C, മൂസ K ഹസൻ, ജാസിർ PP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി അൽദാന ആംഫി തിയേറ്ററുമായും സ്പേസ് ടൂണുമായും സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ബഹ്റൈൻ സമ്മർ ടോയ് ഫെസ്റ്റിവൽ ജൂലൈ 1 ആരംഭിച്ചു. ഫെസ്റ്റിവൽ 5 ആഴ്ച നീണ്ടു നിൽക്കും. ഇത്തരത്തിലുള്ള ആദ്യത്തേതും ഏറ്റവും വലുതുമായ ഫെസ്റ്റിവൽ ബഹ്റൈൻ സമ്മർ ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് നടത്തുന്നത്. മികച്ച അന്താരാഷ്ട്ര കളിപ്പാട്ട ബ്രാൻഡുകൾ പ്രദർശനത്തിനെത്തും. വൈവിധ്യമാർന്ന വിനോദ പരിപാടികളും നടക്കും. വിവിധ ടൂറിസം ഓഫറുകൾ നൽകുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതെന്ന് BTE CEO സാറ ബൂജി പറഞ്ഞു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സമസ്ത ബഹ്റൈൻ മനാമ സമസ്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുജന സംഗമം സംഘടിപ്പിച്ചു. സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ കോയ തങ്ങൾ തേങ്ങാപട്ടണം ഉദ്ഘാടനം ചെയ്തു.
SKSSF സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അൻവർ മുഹ്യുദ്ദീൻ ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി. മനാമ സൂക്കിലുണ്ടായ അഗ്നിബാധയിൽ ദുരിതമനുഭവിക്കുന്നവർക്കുള്ള സഹായം ചടങ്ങിൽ വെച്ച് കൈമാറി. സാമൂഹിക പ്രവർത്തകരായ സുബൈർ കണ്ണൂർ, KT സലീം, ഹാരിസ് പഴയങ്ങാടി, ചെമ്പൻ ജലാൽ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. അൻവർ കണ്ണൂർ, ലത്തീഫ് മരക്കട്ട, സമസ്ത ബഹ്റൈൻ വിവിധ ഏരിയ നേതാക്കൾ, പ്രവർത്തകർ, ജമിയത്തുൽ മുലമീൻ ഭാരവാഹികൾ, SKSSF നേതാക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സമസ്ത ബഹ്റൈൻ വർക്കിംഗ് പ്രസിഡന്റ് VK കുഞ്ഞഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഹാഫിസ് ഷറഫുദ്ദീൻ മൗലവി ഖുർആൻ പാരായണം ചെയ്തു. സമസ്ത ബഹ്റൈൻ ജനറൽ സെക്രട്ടറി SM അബ്ദുൽ വാഹിദ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഷഹീം ദാരിമി കിനാലൂർ നന്ദിയും പറഞ്ഞു. കൊല്ലം പ്രവാസി അസോസിയേഷൻ 2022-24 കാലഘട്ടത്തിന്റെ പ്രവർത്തനങ്ങളുടെ പരിസമാപ്തിയെക്കുറിച്ച് നടന്ന 10 ഏരിയ സമ്മേളനങ്ങൾക്ക് ശേഷം വിപുലമായ ജില്ലാ സമ്മേളനം നടന്നു. മരണമടഞ്ഞ ഗുദൈബിയ ഏരിയ പ്രസിഡന്റായിരുന്ന ബോജിയുടെ നാമധേയത്തിൽ KCA ഹാളിൽ ഒരുക്കിയ സമ്മേളന നഗറിലായിരുന്നു സമ്മേളനം. KPA പ്രസിഡന്റ് നിസാർ കൊല്ലം സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. പൊതുയോഗത്തിൽ സെക്രട്ടറി സന്തോഷ് കാവനാട് സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് നിസാർ കൊല്ലം അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ രാജകൃഷ്ണൻ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ മൊഴിയെടുത്ത ഡോക്ടർ KV പ്രീതി, വ്യാജമൊഴി കൊടുത്ത ഡോക്ടർ ഫാത്തിമ ബാനു എന്നിവർക്കെതിരെ അതിജീവിത നൽകിയ പരാതിയിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് തേടി. അതിജീവിത മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് നൽകിയ പരാതി DMEക്ക് കൈമാറുകയായിരുന്നു. ഡോക്ടർ പ്രീതിക്കും ഡോക്ടർ ഫാത്തിമ ബാനുവിനുമെതിരെ നടപടി ആവശ്യപ്പെട്ട് അതിജീവിത നേരത്തെ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതിൽ നടപടിയെടുത്തതായി ഇവരെ അറിയിച്ചിരുന്നില്ല. തുടർന്ന് തിങ്കളാഴ്ച പ്രിൻസിപ്പലിനെ കണ്ട അതിജീവിത പരാതിയിൽ സ്വീകരിച്ച നടപടി വിശദമാക്കണമെന്നും അല്ലാത്ത പക്ഷം ചേംബറിൽ നിന്നിറങ്ങില്ലെന്നും വ്യക്തമാക്കി. തുടർന്നാണ് അന്വേഷണം നടത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രിൻസിപ്പൽ അറിയിച്ചത്. വിശദ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഗൈനക്കോളജി മേധാവിക്ക് നിർദ്ദേശം നൽകിയതായും പ്രിൻസിപ്പൽ അറിയിച്ചു. ഇത് സംബന്ധിച്ച 3 ദിവസത്തിനകം മറുപടി നൽകുമെന്നും അറിയിച്ചതായും അതിജീവിത പറഞ്ഞു. തിരുവനന്തപുരം ഡിവിഷനിലെ വിവിധ സ്ഥലങ്ങളിൽ ട്രാക്ക് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ജൂലൈ 4, 6, 11, 13 തീയതികളിൽ കൊച്ചുവേളിയിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ നമ്പർ 16-355 കൊച്ചുവേളി മംഗളൂരു ജംഗ്ഷൻ, അന്ത്യോദയ എക്സ്പ്രസ് കോട്ടയം വഴി തിരിച്ചുവിടും. ആലപ്പുഴ എറണാകുളം ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ സ്റ്റോപ്പുകൾ ഒഴിവാക്കി കോട്ടയം എറണാകുളം ടൗൺ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചതായും റെയിൽവേ അറിയിച്ചു. അവയവദാതാക്കളെ ഇറാനിലേക്ക് കടത്തുന്ന റാക്കറ്റിന് രാജ്യാന്തര ബന്ധമുള്ളതിനാൽ വിപുലമായ അന്വേഷണം വേണമെന്ന് പോലീസ് ഹൈക്കോടതിയിൽ. അന്യായ ലാഭമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ ഇരകളെ തെറ്റിദ്ധരിപ്പിച്ചാണ് അവയവദാനത്തിന് സന്നദ്ധരാക്കിയത്. അവയവദാനത്തിന് ശേഷം വാഗ്ദാനം ചെയ്ത പണം നൽകാതെ ഇരകളെ വഞ്ചിച്ചതായും നെടുമ്പാശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ TC മുരുകൻ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. പ്രതി കൊച്ചി ചങ്ങമ്പുഴ നഗർ സ്വദേശി സജിത് ശ്യാം നൽകിയ ജാമ്യ ഹർജിയിലാണ് പോലീസിന്റെ വിശദീകരണം. അതേസമയം ജാമ്യ ഹർജി ഈ മാസം 10 പരിഗണിക്കാനായി ജസ്റ്റിസ് VS ഡയസ് മാറ്റി. വയനാട്ടിലെ കുറുവ ദ്വീപിൽ ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി തടഞ്ഞു. മൃഗങ്ങൾക്കെതിരായ അതിക്രമവുമായി ബന്ധപ്പെട്ട പരിഗണനയിലുള്ള ഹർജിയിലാണ് നിർമ്മാണത്തിന് അനുമതി നൽകിയ സർക്കാർ ഉത്തരവ് നടപ്പാക്കുന്നത്. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് P ഗോപിനാഥ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് തടഞ്ഞത്. കുറുവ ദ്വീപിൽ 2 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയത് അഭിഭാഷകർ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു കോടതിയുടെ ഇടപെടൽ. കോടതിയുടെ തുടർ ഉത്തരവാദിത്തമില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല. ഇത്തരമൊരു അനുമതിക്ക് ഇടയാക്കിയ സാഹചര്യം സംബന്ധിച്ച അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ വിശദീകരണം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇടുക്കിയിൽ ആന സവാരി കേന്ദ്രത്തിൽ ആനയുടെ ആക്രമണത്തിൽ പാപ്പാൻ കൊല്ലപ്പെട്ട സംഭവം ഇടുക്കി ജില്ലാ കളക്ടറോട് കോടതി വിശദീകരണം തേടി. നഷ്ടപരിഹാരം സംബന്ധിച്ച വിവരങ്ങളും അറിയിക്കണം. സംസ്ഥാനത്താകെ 36 അനധികൃത ആന സവാരി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതായും കോടതി ചൂണ്ടിക്കാട്ടി. മൂന്നാറിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിലേക്ക് കാട്ടാനകൾ കടന്നെത്തുന്നത് തടയാൻ അടിയന്തരമായി വേലി നിർമ്മിക്കണമെന്ന് ആമിക്കസ് ക്യൂറി അറിയിച്ചെങ്കിലും ഇതിനുള്ള ഫണ്ടില്ലെന്നായിരുന്നു പഞ്ചായത്തിന്റെ മറുപടി. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്ത് ചെയ്യാനാവുമെന്ന് അറിയിക്കാൻ തുടർന്ന് കോടതി നിർദ്ദേശിച്ചു. 141 പേർക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ മലപ്പുറം ജില്ലയിൽ 4 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. സ്കൂൾ കിണറ്റിലെ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ ഉയർന്ന അളവിലുള്ള സാന്നിധ്യവും കണ്ടെത്തി.
മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി ലാബിൽ നിന്നുള്ള പരിശോധനാ റിപ്പോർട്ടിലാണ് ഷിഗല്ലയുടെ സ്ഥിരീകരണം. കോഴിപ്പുറം വെണ്ണായൂർ ALP സ്കൂളിലെ 127 വിദ്യാർത്ഥികൾക്കും 3 അധ്യാപകർക്കും ചില രക്ഷിതാക്കൾക്കുമാണ് ദിവസങ്ങൾക്ക് മുൻപ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. സ്കൂൾ മൂത്രപ്പുരയിൽ നിന്ന് നിശ്ചിത അകലത്തിലല്ലാതെ കിണർ വെള്ളത്തിലാണ് കൂടുതൽ അളവിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് നിരവധി പേർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് കിണർ വെള്ളവും മലവും പരിശോധനയ്ക്ക് അയച്ചു. തിങ്കളാഴ്ച പരിശോധനാ ഫലം പള്ളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസർ ഡോക്ടർ S. സന്തോഷ് സ്കൂൾ അധികൃതർക്ക് കൈമാറി. സ്കൂളുകളിൽ ഉപയോഗിച്ച തൈര്, അച്ചാർ എന്നിവയുടെ സാമ്പിൾ കോഴിക്കോട്ടെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. ഇതിന്റെ ഫലം കൂടി വന്നാൽ ഭക്ഷ്യവിഷബാധയുടെ കാരണം വ്യക്തമാകും. വിദ്യാർത്ഥികൾക്ക് പനി, വിറയൽ, ഛർദി, വയറിളക്കം, തലവേദന തുടങ്ങിയവയാണ് അനുഭവപ്പെട്ടത്. വെണ്ണായർ MLP സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്ന് ശേഖരിച്ച 4 സാമ്പിളുകൾ ഷിഗല്ല സ്ഥിരീകരിച്ചതായും പരിശോധനാ ഫലം ലഭിച്ചിട്ടുണ്ടെന്നും DMO അറിയിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരം വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യ കേസ് കൊണ്ടോട്ടിയിൽ. ഹെൽമറ്റ് ധരിക്കാതെ അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് കർണാടക മടിക്കേരി സ്വദേശി മുഹമ്മദ് ഷാഫിക്കെതിരെയാണ് MNS 281 പ്രകാരം കൊണ്ടോട്ടി സ്റ്റേഷനിൽ കേസെടുത്തത്. തിങ്കളാഴ്ച പുലർച്ചെ 12:20 FIR രജിസ്റ്റർ ചെയ്തത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കൊണ്ടോട്ടി കൊളത്തൂരിൽ പോലീസ് പെട്രോളിങ്ങിനിടെ ഷാഫി ഹെൽമറ്റ് ധരിക്കാതെ അശ്രദ്ധമായും അപകടം വരുത്തുന്ന രീതിയിലും ഇരുചക്ര വാഹനം ഓടിച്ചു. ഇതിനെ തുടർന്നാണ് കേസ്. ഭാരതീയ ന്യായ സംഹിതയ്ക്ക് പുറമെ മോട്ടോർ വാഹന നിയമം 394D വകുപ്പ് പ്രകാരവും കേസെടുത്തു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.